വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മ രാജിവെച്ചു. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് വർമ്മ തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കി. ഫയർ സർവീസ് DG സ്ഥാനം ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം അഴിമതി കേസിൽ FIR റദ്ദാക്കണമെന്ന CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. അറസ്റ്റ് വിലക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. കേസിൽ 10 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അലോക് വർമ്മ നടത്തിയ സ്ഥലമാറ്റ ഉത്തരവുകൾ താൽക്കാലിക ഡയറക്ടർ റദ്ദാക്കിയിരുന്നു. അന്വേഷണ ചുമതലകൾ മാറ്റി നിശ്ചയിച്ച നടപടിയും റദ്ദാക്കി. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ രാജിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം, അലോക് വർമ്മ തന്നെ നൽകുന്ന വിശദീകരണം എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ ദില്ലിയിൽ എന്താണ്? രഞ്ജിത്ത്, അതായത് CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട അലോക് വർമ്മ അദ്ദേഹം സർവീസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി കഴിയുകയും അദ്ദേഹത്തെ സൂപ്പർ അനോട്ടേഷനിലൂടെയാണ് അദ്ദേഹത്തിന് CBI ഡയറക്ടറായി ചുമതല നൽകുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി ജനുവരി 31 അവസാനിക്കാനിരിക്കുകയാണ്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം തീർത്തും അപ്രസക്തമായ ഫയർ സർവീസസിന്റെ ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ ചുമതല നൽകിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം എന്ന രീതിയിൽ കൂടി വേണം അദ്ദേഹത്തിന്റെ ഈ രാജിക്കത്തിനെ വായിക്കാൻ. കേന്ദ്ര സർക്കാരിന് നൽകിയ രാജിക്കത്തിൽ അദ്ദേഹം പറയുന്നത് CBI ഡയറക്ടർ സ്ഥാനത്ത് തുടർന്ന് തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കാൻ എല്ലാ നടപടിക്രമങ്ങളും കീഴ്മേൽ മറിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേട്ടില്ല. CBI അന്വേഷണം നേരിടുന്ന ആളുടെ പരാതി പ്രകാരമാണ് തന്നെ പുറത്താക്കിയത്. മാത്രമല്ല, പരാതിക്കാരന്റെ ആരോപണങ്ങൾ അതേപടി കൈമാറുകയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയ്തത്. അന്വേഷണത്തിന് സുപ്രീം കോടതി നിയമിച്ച ജസ്റ്റിസ് AK പട്നായിക്കിന് മുമ്പാകെ പരാതിക്കാരൻ ഹാജരായിട്ട് പോലുമില്ല. സർക്കാർ അംഗങ്ങളെ നിയമിക്കുന്ന കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് CBI ഭരണകൂടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് തനിക്കെതിരായി ഈ നടപടിയിലൂടെ തെളിയുന്നത്. ഇത് കേവലം തനിക്കെതിരായ ഒരു നടപടി മാത്രമല്ല, ഭരണകൂടം ആത്മപരിശോധന നടത്തേണ്ട സമയമാണിതെന്ന് കൂടി അദ്ദേഹം ഈ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ രാജിക്കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഏതായാലും അലോക് വർമ്മയുടെ രാജിയോടുകൂടി കേന്ദ്ര സർക്കാരിന് മേൽ കൂടുതൽ പ്രതിസന്ധികൾ രൂപപ്പെട്ടേക്കാം ഒരുപക്ഷെ. കാരണം അദ്ദേഹം രാജിവെച്ച ശേഷം CBI ഉണ്ടായിരിക്കുന്ന അന്തർനാടകങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ അത് സർക്കാരിനെതിരായ വലിയ ആയുധമാക്കി പ്രതിപക്ഷം ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഉണ്ണിയൊപ്പം ഇപ്പോൾ ഡയറക്ടറായി നിയമിക്കപ്പെട്ട രാകേഷ് അസ്താനയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, അത് CBI സ്പെഷ്യൽ ഡയറക്ടറുടെ ഈ അഴിമതി കേസ് റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളിയ ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? അതായത് അലോക് വർമ്മയും രാകേഷ് അസ്താനയും തമ്മിലാണ് CBIയിൽ വലിയ ചേരിതിരിഞ്ഞുള്ള പോര് നടന്നിരുന്നത്. അതിൽ രാകേഷ് അസ്താനയ്ക്ക് കേന്ദ്ര സർക്കാരുമായി വലിയ അടുപ്പമുണ്ടെന്നുള്ള സൂചനകളും മറ്റും പുറത്തു വന്നതാണ്. അലോക് വർമ്മ CBI ഡയറക്ടറായിരിക്കെ രാകേഷ് അസ്താനയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു ഒരു അഴിമതി കേസിൽ. ഹൈദരാബാദിൽ നിന്നുള്ള വ്യവസായി സതീഷ് ബാബു സരയിൽ നിന്നും 5 കോടി രൂപ കോഴ വാങ്ങിയെന്നുള്ള ആ കേസിൽ CBI ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. അതിനിടെയാണ് രാകേഷ് അസ്താന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്കെതിരായ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CBIയിലെ DYSP ദേവീന്ദർ കുമാറും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ 2 ഹർജികളും തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടേണ്ടതുണ്ട് ഇരുവരും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അന്വേഷണം 10 ആഴ്ചക്കകം പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. 10 ആഴ്ചക്കകം പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ഈ രാകേഷ് അസ്താനയും ദേവേന്ദ്ര കുമാറിനെയും വേണമെങ്കിൽ CBIക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അറസ്റ്റ് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ന് ഹൈക്കോടതി നീക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഉത്തരവ് അസ്താനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഒപ്പം ശശി തരൂരിന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിലെ വിഷയങ്ങൾ CBIയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് ശശി തരൂർ MP പറഞ്ഞു. കേന്ദ്ര സ്ഥാപനങ്ങളെ സർക്കാർ RSS വൽക്കരിക്കുകയാണ്. അലോക് വർമ്മ അതിന്റെ ഇരയാണെന്നും തരൂർ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ തന്നെ ഔദ്യോഗിക പ്രതികരണമായി ഇതിനെ കണക്കാക്കാം. നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു കുഴപ്പം, അവർക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ 71 വർഷമായിട്ട് വളർത്തി നടത്തിയ കെട്ടിയ സ്ഥാപനങ്ങളെ വിലവയ്ക്കാൻ അവർക്ക് അറിയുന്നില്ല. അവരതിനെ ഹോളോ ഔട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഭരണം. ഞങ്ങളുടെ എല്ലാം വെച്ച് വലിയ ചിന്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. എന്നാൽ ഭരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പൂർത്തിയാക്കുമെന്നും KPCC ജനറൽ ബോഡി യോഗത്തിൽ AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ ഈ ഭരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നിർണായക ശക്തി. കോൺഗ്രസിന്റെ സഹായമില്ലാതെ, കോൺഗ്രസിന് മുമ്പിൽ നിൽക്കാതെ ഈ ഭരണം അവസാനിക്കാൻ സാധ്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന വട്ട മുന്നൊരുക്കങ്ങൾക്കായി ബി.ജെ.പി. ദേശീയ കൌൺസിൽ യോഗം ഡൽഹിയിൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികളാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൌൺസിലിൽ പങ്കെടുക്കുന്നത്. രാംലീല മൈതാനിയിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത് ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാകും. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് ബി.എസ്.പി. എസ്.പി. അന്തിമ ധാരണ. മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ ലക്നൌവിൽ നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റിൽ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. ഹിന്ദി ഹൃദയഭൂമിയിലെ വിജയത്തിന് ശേഷം സഖ്യകക്ഷികൾക്കിടയിൽ അപ്രമാദിത്വം നേടാമെന്നും കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പാളി. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിനെ ഒഴിവാക്കി മഹാസഖ്യം രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ലക്നൌവിൽ നാളെ നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രഖ്യാപിക്കും. 80 സീറ്റുകളുള്ള യുപിയിൽ എസ്.പിയും ബി.എസ്.പിയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാനയടക്കം 2 സീറ്റുകൾ നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കിയില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകാനും അപ്നാദളിന്റെ 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നുമാണ് പാർട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടിയ ബി.ജെ.പിക്ക് മഹാസഖ്യത്തിന്റെ വരവോടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല. ന്യൂസ് 18 ഡൽഹി. ആലപ്പാട്ടെ കരിമണൽ ഖനന വിരുദ്ധ സമരത്തെ തള്ളി സർക്കാർ. സമരത്തിന് പിന്നിൽ സ്വകാര്യ കരിമണൽ ലോബി എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. സമരം ശക്തമാകുമ്പോഴും ഖനനം തുടരാൻ തന്നെയാണ് തീരുമാനം. ആലപ്പാട്ടെ സമരത്തിനു പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ നിഗമനം. പ്രദേശവാസികളെ മുന്നിൽ നിർത്തി സ്വകാര്യ കരിമണൽ ലോബി സമരം ആസൂത്രണം ചെയ്യുകയാണെന്നും സർക്കാർ കണക്ക് കൂട്ടുന്നു. ഗവൺമെന്റിന് വ്യക്തമായ മൈനിങ് പോളിസിയുണ്ട്. പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം തീരം സംരക്ഷിക്കണം. കര സംരക്ഷിക്കുകയും വേണം, പൊതുമേഖലയിലെ മിനറൽ സെപ്പറേഷൻ നടക്കുകയും വേണം. ഇത് രണ്ടും നടക്കും. ഖനനം നിർത്തില്ലെന്നും സമരത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വ്യവസായ മന്ത്രി E.P. ജയരാജൻ. കരിമണൽ വന്നുകൊണ്ടൊന്നും ഒന്നും നശിക്കാൻ പോകുന്നില്ല. വിശദമായിട്ടത് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, അത് എന്താണ് ഡിമാൻഡ്സ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാകാത്ത വിധം കാര്യങ്ങൾ പരിഹരിക്കും. ആലപ്പാട്ട് തീരത്ത് അശാസ്ത്രീയ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയും. എന്നാൽ സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. അതിരപ്പള്ളി പദ്ധതി വേണമെന്ന് തന്നെയാണ് KSCB നിലപാടെന്ന് മന്ത്രി M. മണി. ഇക്കാര്യത്തിൽ സമവായം തേടുകയാണ്. പദ്ധതിയെ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും മണി വ്യക്തമാക്കി. തുടങ്ങേണ്ടതാണ്, ഒരു ക്യാമ്പയിൻ തുടങ്ങ്, നമുക്ക് സഹായകരമായി. ആതിരപ്പള്ളി വേണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. എന്റെ സമീപനോ ബോർഡിന്റെ നിലപാട് വന്നു. പക്ഷേ അതിന് വേറെ ഒരുപിടി ആളുകൾ തർക്കം പറയുന്നു. അതാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുകൂടാതെ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം അനുകൂലമാണ്, ഒരു വിഭാഗം എതിരുമാണ്. ബി.ജെ.പി. ദേശീയ കൌൺസിൽ യോഗം ദില്ലിയിൽ തുടരുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് അമിത് ഷാ സംസാരിക്കുന്നു. തത്സമയം उनको 1.5 करोड़ तक सिर्फ और सिर्फ 1% टैक्स भरना पड़ेगा। मैं मानता हूं इस देश के करोड़ों छोटे व्यापारी और लघु उद्योगों के लिए ये बहुत बड़ा फैसला है और मैं पूरे सदन को कहना चाहता हूं मित्रों, ये 2 बड़े फैसले एक ही सप्ताह में प्रधानमंत्री जी के नेतृत्व में अपनी सरकार ने दिए हैं। आज हम सब इकट्ठा होकर भारतीय जनता पार्टी के करोड़ों कार्यकर्ता और देश के करोड़ों नागरिकों की ओर से प्रधानमंत्री जी को बहुत बहुत बधाई देते हैं और मेरे साथ पार्लियामेंट्री बोर्ड के सभी मेंबर और सभी मुख्यमंत्री प्रधानमंत्री जी का धन्यवाद करने के लिए उनका स्वागत करेंगे। आप सभी से निवेदन है, अपने स्थान पर खड़े होकर इस फैसले का सम्मान करें, प्रधानमंत्री जी को धन्यवाद दें।
അമിത്ഷാ സംസാരിക്കുകയായിരുന്നു ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തിൽ. ഇപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് കരുതുന്നു. അല്പസമയത്തിനകം തന്നെ എൽ.കെ. അദ്വാനിയെ കാണാം, രാജ്നാഥ് സിംഗിനെ കാണാം. ഒപ്പം അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ, മുരളി മനോഹർ ജോഷി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദേശീയ കൗൺസിൽ യോഗമാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 12,000-ഓളം പ്രതിനിധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ദില്ലിയിൽ നടക്കുന്നത്. ഇപ്പോൾ കാണുന്നത് അമിത്ഷാ സംസാരിച്ചു കഴിഞ്ഞു. ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ മുഖ്യമന്ത്രിയെയും ഇടനേതാക്കളെയും അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചതിനെ ചൊല്ലി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഭിന്നത. സഭാ നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അത്താഴ വിരുന്നിന് ഇടനേതാക്കളെ ക്ഷണിച്ചത്. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. തിരുവനന്തപുരം ഭദ്രാസനാധിപൻ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും ഇടതു നേതാക്കളെയും ക്ഷണിച്ചതിനെ ചൊല്ലിയാണ് സഭയ്ക്കുള്ളിൽ തർക്കം. ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയതിനു പിന്നാലെയാണ് വിരുന്നിലേക്ക് ഇടതു നേതാക്കളെയും ക്ഷണിച്ചത്. പിറവം, കട്ടച്ചിറ, കോതമംഗലം പള്ളിത്തർക്കങ്ങളിൽ സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പാക്കുന്നില്ല എന്നതാണ് എതിർപ്പിന് കാരണം. ചെങ്ങന്നൂരിൽ സഹായിച്ചിട്ടും സർക്കാരിന് കൂറ് യാക്കോബായ സഭയോടാണെന്ന പരാതിയും സഭയ്ക്കുണ്ട്. ചെങ്ങന്നൂരിലടക്കം പരസ്യമായി ഇടതനുകൂല നിലപാട് സ്വീകരിച്ച ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് ആണ് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ. നിലവിലെ സാഹചര്യത്തിൽ വിരുന്നൊഴിവാക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ നിലപാട്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നതാണ് സഭയുടെ ആവശ്യം. അതിന് തയ്യാറാവാത്ത സർക്കാരിനോടുള്ള നിലപാട് സഭ പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഹോട്ടലിൽ നടക്കുന്നതായ വിരുന്നുകൊണ്ട് മാറുന്നതല്ല ആ നിലപാട്. സഭയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ സഭാ നേതൃത്വവും പരിശുദ്ധ കാതോലിക്ക ബാവയും ഉണ്ട്. അവരാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. വിരുന്നിനെ കുറിച്ച് സഭാതലവൻ കതോലിക്ക ബാവ ബെസേലിയസ് പൗലോസ് ദ്വിതീയനുമായി കൂടിയാലോചിച്ച് ഔദ്യോഗിക പ്രതികരണം അറിയിക്കാമെന്നായിരുന്നു സഭാ വക്താവിന്റെ മറുപടി. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. വഴിവിട്ട വിട്ടയക്കലിനെതിരെ ഹൈക്കോടതി. ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കി. കെ.ടി. ജയകൃഷ്ണൻ വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് വിട്ടയച്ചത്. വിട്ടയച്ചവരിൽ ബഹുഭൂരിപക്ഷവും 10 വർഷം പോലും ജയിലിൽ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയാണ് നടപടി. കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയവരെ തിരികെ ജയിലിലിടണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയും. സംസ്ഥാന സർക്കാർ 36 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ ഏതാനും മാസം മുൻപ് തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ ഇരകളുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് 2011 209 ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വിവരം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവരിൽ 5 പേർ മാത്രമാണ് 14 വർഷം തടവ് പൂർത്തിയാക്കിയതെന്ന് വ്യക്തമായി. 10 വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയത് 100-ൽ താഴെ പ്രതികളാണെന്നും കോടതി കണ്ടെത്തി. ഇതോടെയാണ് 209 പേരെ വിട്ടയച്ച ഉത്തരവ് റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഗവർണറും സർക്കാരും 6 മാസത്തിനകം വിട്ടയച്ചവരുടെ കാര്യം പുനഃപരിശോധിക്കണം. പുറത്തിറങ്ങിയവരുടെ നിലവിലുള്ള ജീവിത രീതികളും സ്വഭാവവുമാണ് കണക്കിലെടുക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 39 തടവുകാരെ വിട്ടയക്കാൻ ഇപ്പോൾ സമർപ്പിച്ച പട്ടികയ്ക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് ബി.ജെ.പി. ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ പോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകന്റെ ഹർജിയിൽ അഴീക്കോട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ KM ഷാജി നൽകിയ അപ്പീലിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീംകോടതി. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, ശമ്പളവും ആനുകൂല്യങ്ങളുമില്ല, വോട്ട് ചെയ്യാൻ കഴിയില്ല. CPM പ്രവർത്തകൻ ബാലൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരത്ത് SBI ബാങ്ക് ശാഖ അടിച്ചു തകർത്തതിൽ കൂടുതൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയപ്പെട്ട 5 പേരും NGO യൂണിയൻ നേതാക്കളാണ്. അതേസമയം യൂണിയൻ സംസ്ഥാന നേതാക്കളായ 2 പേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ, സെയിൽ ടാക്സ് ജീവനക്കാരൻ അജയകുമാർ, ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജുരാജ്, ബിനുകുമാർ എന്നിവരെയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. 5 പേരും NGO യൂണിയൻ നേതാക്കളാണ്. പ്രതികൾ ഒളിവിലാണെന്ന് കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കി. പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം 5 പേർക്കെതിരെയും കേസെടുത്തു.
ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അക്രമവുമായി ബന്ധപ്പെട്ട് NGO യൂണിയൻ ജില്ലാ നേതാക്കളായ ഹരിലാൽ, അശോക് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. അക്രമത്തിൽ ആകെ 9 പേർ പങ്കെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം സംഘത്തിലുണ്ടായിരുന്ന യൂണിയൻ സംസ്ഥാന നേതാക്കളായ 2 പേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണമുണ്ട്. സംസ്ഥാന നേതാക്കളായ സുരേഷ് ബാബു എന്നിവരെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപം. 9 അംഗ സംഘത്തിൽ അവശേഷിക്കുന്ന 2 പേരെ തിരിച്ചറിയാനായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരണം. അക്രമി സംഘത്തിലുണ്ടായിരുന്നവർക്കെതിരെ ബാങ്കിലെ വനിതാ ജീവനക്കാരിയും പ്രത്യേകം പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് 1% പ്രളയ സെസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികൾ. പ്രളയ സെസ് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിന് കാരണമാകുമെന്നും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നുമാണ് വ്യാപാരികളുടെ നിലപാട്. നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യക്തമാക്കി. നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റും വില കൂട്ടാനേ അത് ഉപകരിക്കും. ഇന്ത്യയിൽ നിന്ന് 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രപ്രദേശങ്ങളിലും ഒരു നികുതിയായിരിക്കുമ്പോൾ, അതാണല്ലോ GST, കേരളത്തിൽ മാത്രം അധിക നികുതി വരുത്തുന്നത് കേരളത്തെ വ്യാപാരങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അത് വ്യാപാരത്തിന് ഗുണമല്ല, ദോഷപരമായി ബാധിക്കുമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് പുനർചിന്തനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സംസ്ഥാനത്തെ ഭൂരിപക്ഷം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുടെയും പ്രവർത്തനം നിലച്ചു. 14 ജില്ലകളിലെ ഉപഭോക്തൃ കോടതികളിൽ 4 എണ്ണം മാത്രമാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ഒഴിവുകളിൽ നിയമനം നടത്താത്തതാണ് പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 14 ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കോടതികൾ മാത്രം. ഒഴിവുകളിലേക്ക് നിയമനം നടത്താത്തതാണ് മറ്റ് ജില്ലകളിലെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. എറണാകുളം ജില്ലയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് 2000ഓളം കേസുകളാണ്. ജില്ലാ ജഡ്ജിക്ക് തുല്യമായി യോഗ്യതയുള്ള പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സമിതി. എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടെങ്കിലും മറ്റ് 2 അംഗങ്ങളുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഒഴികെയുള്ള 2 അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കാറുള്ളത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കമാണ് നിയമനം വൈകാൻ കാരണമെന്നാണ് ആരോപണം. അതിലെ രാഷ്ട്രീയ താല്പര്യമാണ് പ്രധാന ഘടകമായിട്ടും, അതുകൊണ്ടാണ് ഈ കാലതാമസത്തിന് കാരണമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ, നിയമ സെക്രട്ടറി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയമനം നടത്തേണ്ടത്. നേരത്തെ ഉപഭോക്തൃ കോടതികളിലെ നിയമനം കൃത്യസമയത്ത് നടക്കാത്തതിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്ന കേസുകൾ പോലും കെട്ടിക്കിടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉപഭോക്തൃ കോടതികളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുന്നത്. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ആരെ സമീപിക്കണമെന്ന പ്രതിസന്ധിയിലാണ് ഉപഭോക്താക്കൾ. കൊച്ചിയിൽ നിന്നും SS ശരൺ, ന്യൂസ് 18. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ തുടരുന്നു. അമ്പലപ്പുഴ സംഘത്തിന് ശേഷം ആലങ്ങാട്ട് സംഘം ഇപ്പോൾ പേട്ടതുള്ളുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഒപ്പം എരുമേലിയിൽ നിന്ന് ശ്യാം ദേവരാജും ചേരുന്നു. ശ്യാം, ഏറ്റവും പുതിയ വിവരങ്ങൾ. എരുമേലി പേട്ടതുള്ളൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ആലങ്ങാട് സംഘമാണ് പേട്ടതുള്ളുന്നത്. അവർ നേരത്തെ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളി എത്തി, വാഹയുടെ നടയിലെത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ വലിയമ്പലത്തിലേക്ക് നീങ്ങുന്നത്. അതായത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നടയിലേക്ക് നീങ്ങുന്നത് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. രാവിലെയാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളിയത്. രാവിലെ അമ്പലപ്പുഴ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സമൂഹപ്രിയൻ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ പേട്ടതുള്ളിയത്. ഇവർ ഉച്ചയോടുകൂടി വാവൂര് പള്ളിയിലെത്തുകയും അവിടെ നിന്നും വാവൂര് പള്ളിയിലെത്തി. തുടർന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ ജുമാ നമസ്കാരത്തിന് ശേഷമാണ്, സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വാവൂര് സ്വാമിയുടെ പ്രതിനിധി ഇതിനൊപ്പം ചേർന്നത്, ഇവരുടെ പേട്ടതുള്ളലിനൊപ്പം ചേർന്നത്. ഒപ്പം വലിയമ്പലം വരെ എത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ അതായത് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് പുരോഗമിക്കുന്നത്. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളും തിരുവാഭരണ ഘോഷയാത്രയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ്.
സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ലെന്നും ശങ്കർദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പങ്കാളികളായവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കാട്ടി നേരത്തെ പോലീസ് ഉത്തരവിറക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ സജീവമായവരെയും ക്രിമിനൽ കേസിൽപ്പെട്ടവരെയും ഘോഷയാത്രാ സംഘത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി SP ദേവസ്വം കമ്മീഷണർക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ് പറഞ്ഞു. നാമജപത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തില്ല. ക്രിമിനൽ കേസിൽപ്പെട്ടവരെ മാറ്റി നിർത്തുന്നത് സ്വാഭാവികമാണെന്നും ശങ്കരദാസ് വ്യക്തമാക്കി. ഈ നാമജപ സമരത്തിൽ പങ്കെടുത്തവരോ അങ്ങനെയുള്ള ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവരെ ഒഴിവാക്കിയിട്ടുമില്ല. അതേ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ കേസുകൾ അതെല്ലാം എപ്പോഴും ഉള്ളത് തന്നെ. ഇപ്പം ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നവരും അങ്ങനെ ബോധപൂർവമായിട്ട് ഒഴിച്ചു നിർത്തുന്ന ഒരു നടപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ അതിനെ സംബന്ധിച്ച് ഒരു വ്യാജ പ്രചരണമാണ്. അതേസമയം തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറുമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ പോലീസിനെ അറിയിച്ചു. ക്യാമറമാൻ പ്രവീൺ നെല്ലിമുടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18 സന്നിധാനം. മാധ്യമപ്രവർത്തകരെ വധിച്ച കേസിൽ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗ് കുറ്റക്കാരനെന്ന് CBI കോടതി. ദേര സച്ച സൌദ മേധാവിയായി ഗുർമീത് സിംഗും മറ്റ് 3 പേരും കുറ്റക്കാരാണെന്നാണ് പഞ്ച്കുളയിലെ CBI കോടതി കണ്ടെത്തിയത്. 2002 നവംബറിലായിരുന്നു മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതി വെടിയേറ്റ് മരിച്ചത്. റാം റഹീമിന്റെ അനുയായി രഞ്ജിത് സിംഗും മാധ്യമപ്രവർത്തകരൊപ്പം കൊല്ലപ്പെട്ടിരുന്നു. ഹരിയാനയിലെ ദേര ആശ്രമത്തിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത കൊടുത്തതാണ് മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതിയെ വധിക്കാൻ കാരണം. ആശ്രമത്തിലെ 2 സന്യാസികളെ ബലാത്സംഗം ചെയ്ത കേസിൽ 20 വർഷം തടവിലാണ് ഗുർമീത് ഇപ്പോൾ.